ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സ്രാവ് വെച്ചിട്ടുള്ള ഒരു മുളക് കറിയാണ്. സാധാരണ എല്ലാവരും സ്രാവ് വെച്ച് തേങ്ങ വറുത്തരച്ച കറിയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഞാനും തേങ്ങ വറുത്തരച്ച് കറി വെക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു മുളക് കറിയാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇതുപോലെയുള്ള ഒരു 5 പീസ് സ്രാവ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. സ്രാവ് മുളക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി 10 നല്ല മുളകും 5 കാശ്മീരി മുളകും 1 സ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടി 1 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി, ഒരു സവോളയുടെ പകുതി, ഇതെല്ലാം ചെറുതായി മുറിച്ചെടുത്തത്, ഒരു 3 പച്ചമുളക്, അല്പം കറിവേപ്പില, 1 സ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്തത്, കറിക്ക് ആവശ്യമായ ഉപ്പ്, കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ. ഇനി സ്രാവ് മുളക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം ഈ സ്രാവ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളകെല്ലാം ഒന്ന് ഇട്ട് വറുക്കണം. മുളക് ഇവിടെ മൂത്ത് പോയിട്ടുണ്ട്. ഞാനിത് എടുത്ത് മാറ്റിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയും കൂടി ഇട്ടൊന്ന് വാട്ടണം. ഇപ്പം കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി കഴിയുമ്പോഴത്തേനും ഈ മുളകിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനകത്തേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഇത് മതി. സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ചട്ടിക്ക് നല്ല ചൂടുള്ളതാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. തണുത്ത് കഴിയുമ്പോഴത് മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം നന്നായി തണുത്തിട്ടുണ്ട്. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടിട്ട് അരച്ചെടുക്കാൻ പോവാം. ഇതുപോലെ മുളകെല്ലാം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കറി തയ്യാറാക്കിയെടുക്കാം. മുളക് വറുത്തെടുത്ത ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും അല്പം ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എടുത്തു വച്ചിരിക്കുന്ന പുളി വെള്ളത്തോടുകൂടെ ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അരപ്പോടെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇത് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യണം. കറി ഇവിടെ റെഡിയായോ നോക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ എന്തുമാത്രം കൂടുതൽ ചേർക്കുന്നോ അത്രയും നല്ലതായിരിക്കും. അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. കണ്ടത് ഇതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചുറ്റിച്ചിട്ട് അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. കറി ഇവിടെ റെഡിയായോ നോക്കാം. നല്ല അടിപൊളി സ്രാവ് മുളക് കറി ഇവിടെ റെഡിയായി. സ്രാവ് കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ തേങ്ങ വറുത്തരച്ച കറിയുടെ നിറത്തിലും ടേസ്റ്റിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.